Good morning dear students. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മെത്തേഡ്സ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ നമ്മൾ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ്, അല്ലേ, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ അറിയാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ അറിയാം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനൊക്കെ അറിയാം. നമ്മളിവിടെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു dy/dx ഒരു ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ്റെ ആണ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് തന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് മെത്തേഡ്സ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ 3 മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തേർഡ് മെത്തേഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെ ഈ 3 മെത്തേഡാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ആ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഗിവൺ ആയി തന്നിട്ടുണ്ടായിരിക്കും ഒരു dy/dx. dy/dx എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, അല്ലെ, എക്സിലും വൈയിലുള്ള ഒരു വേരിയബിൾ ആയിരിക്കും. നമ്മൾ ഒരു f(x)y, ഈ ഒരു f(x)y നമുക്ക് എന്ത് ചെയ്യാം, g of x into h of y ആക്കി എടുക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു dy/dx നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കാണാം. ജനറലായിട്ട് ഞാനൊന്ന് പറയാണ്. നമുക്ക് f(xy) എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്. നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു g of x into h of y, അല്ലേ. അത് നമുക്കിവിടെ കൊടുക്കാം, g of x into h of y, അല്ലെ, എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ് എന്ത്, dy/dx. നമ്മളെ മെത്തേഡ് എന്താണ്, വേരിയബിൾ സെപ്പറബിൾ ആണ്. വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുമ്പോൾ വേരിയബിൾസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏതൊക്കെ വേരിയബിൾ വരിക, എക്സിലുള്ള വേരിയബിൾസ് ഉണ്ട്, അല്ലേ, എക്സിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, വൈയിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിലുള്ള ഫംഗ്ഷൻസിന് കൂടെ dxന് കൊടുക്കുന്നു, വൈയിലുള്ള ഫംഗ്ഷൻസിന് കൂടെ dy എന്ന് കൊടുക്കുന്നു. അപ്പം നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെടുത്ത് dy ഉണ്ട്, dy-നോട് ആണ് വൈൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ എഴുതണത്, അല്ലേ. അപ്പോൾ h of y നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഡിവിഷനായിട്ട് മാറുന്നു, ഡിവൈഡഡ് ബൈ h of y എന്ന് കിട്ടുന്നു, ഈക്വൽ ടു g of x-നോട് എന്ത് കൊടുക്കണം, dx-ന് കൊടുക്കണം, അല്ലേ. dx അപ്പുറം പോയി കഴിഞ്ഞാൽ ഇൻറ്റു dx. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്, integrating both sides. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, ഇൻ്റഗ്രൽ dy ഡിവൈഡഡ് ബൈ h of y ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ g of x ഇൻറ്റു dx. നമുക്കറിയാം ഏതൊരു ഫംഗ്ഷനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പല രീതിയിലും നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് തന്നെ ഓരോ ഫംഗ്ഷൻസിനനുസരിച്ച് പല മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. dy/h of y-നെയും അതുപോലെ g of x into dx-നെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു വൈയിലുള്ളൊരു ഫംഗ്ഷൻ കിട്ടും. ദെൻ ക്യാപിറ്റൽ h of y ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ g of x പ്ലസ് c, അല്ലേ. എന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള c കിട്ടും, ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ജനറൽ സൊല്യൂഷൻ. കാരണം c എന്ന് പറഞ്ഞത് ജനറലാണ്, ഫാമിലി ഓഫ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സിക്ക് ഉള്ള ഒരു വാല്യൂ കണ്ടുപിടിച്ച് എക്സിനും വൈക്കും ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സിക്ക് ഒരു വാല്യൂ കിട്ടുമല്ലോ. അങ്ങനെ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ട്. അതാണ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ. ആ പർട്ടിക്കുലർ ടേമിലുള്ള ആ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലുള്ള അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇതിലുള്ള എന്ത് ചെയ്യും, ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സി ഇങ്ങനെ കോമൺ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ജനറൽ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ഈ മെത്തേഡിൽ പഠിക്കുന്നത്, ഒരു dy/dx വരും. ആ dy/dxന് നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിൾ സെപ്പറബിൾ ആക്കണം. വേരിയബിൾ സെപ്പറബിൾ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ സൊല്യൂഷൻ കിട്ടും.
ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx equal to x plus 1 divided by 2 minus y not equal to 2. Another problem ഇവിടെ ഉണ്ട്. അത് നമുക്ക് ആദ്യം ഫസ്റ്റ് പ്രോബ്ലം ചെയ്തതിന് ശേഷം സെക്കൻഡ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതും എന്താണ്, ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? dy by dx equal to x plus 1 divided by 2 minus y. നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിൾ സെപ്പറേറ്റ് ആക്കി മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സുകളുടെ ഫംഗ്ഷൻ്റെ കൂടെ ഡി എക്സിനെയും വൈയുടെ ഫംഗ്ഷൻ്റെ കൂടെ ഡി വൈനെയും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആക്കി എഴുതണം അല്ലേ? അപ്പോൾ നോക്കാം, ഡി വൈയുടെ കൂടെ ആര് വരണം? 2 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ ഫംഗ്ഷൻ വരണം. എക്സ് പ്ലസ് വണ്ണിൻ്റെ കൂടെ ആര് വരണം? ഡി എക്സ് വരണം അല്ലേ? അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 മൈനസ് വൈനെ ഇങ്ങോട്ടും ഡി എക്സിനെ അങ്ങോട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ വേരിയബിൾ സെപ്പറേറ്റ് ആയല്ലോ. നോക്കാം, dy by dx equal to x plus 1 divided by 2 minus y, then 2 minus y into dy equal to x plus 1 into dx എന്ന് കിട്ടി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. ബോത്ത് സൈഡ് അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 2 minus y dy equal to integral x plus 1 dx അല്ലേ? നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. 2 is a constant. 2 into dy എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് വരിക? y അല്ലേ? y മൈനസ് വൈയുടെ ഇൻ്റഗ്രൽ എന്താണ്? y സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? x സ്ക്വയർ ബൈ 2 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് പ്ലസ് സി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ തന്നെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ബൈ 2ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യാണ്. മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുമ്പോൾ 4y മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. എക്സ് സ്ക്വയർ പ്ലസ് ഈ ടേമിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. വൈ സ്ക്വയർ പ്ലസ് 2x മൈനസ് 4y പ്ലസ് ഇവിടെ എന്ത് വരും? 2c വരും അല്ലേ? 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 2c. നമുക്കിതിന് എന്ത് ചെയ്യാം? c1 എന്ന് കൊടുക്കാം ഈക്വൽ ടു 0. നമുക്ക് എന്ത് ചെയ്യാം? c1 മാറ്റാം, ജനറലാക്കി എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x മൈനസ് 4y പ്ലസ് c ഈസ് ഈക്വൽ ടു 0 വേർ c ഈക്വൽ ടു എന്താ? 2c1. ഒരു ജനറൽ ടേം ആക്കിയിട്ട് സീനെ കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇത്രേ ചെയ്യണുള്ളൂ. തന്നിട്ടുള്ള dy by dx എന്ത് ചെയ്യണം? വേരിയബിൾ സെപ്പറേറ്റ് ആക്കണം. വേരിയബിൾ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വേരിയബിൾ സെപ്പറേറ്റ് ആക്കുമ്പോൾ ഒരിക്കലും എക്സും വൈയും കൂടി മിക്സ് ആവാൻ പാടില്ല. എക്സുകളൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കണം, വൈകളൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. അടുത്ത പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. dy by dx equal to 1 plus y square divided by 1 plus x square. നമ്മൾ എന്ത് ചെയ്യുന്നു? വൈയുടെ ടേംസിനൊക്കെ ഡിവൈയുടെ കൂടെ കൊണ്ടുവരുന്നു. എക്സിൻ്റെ ടേംസിനൊക്കെ എന്ത് ചെയ്യുന്നു? ഡി എക്സിൻ്റെ കൂടെ കൊണ്ടുവരും അല്ലേ? വെച്ച് കഴിഞ്ഞാൽ dy by dx equal to 1 plus y square divided by 1 plus x square. ദെൻ 1 plus y square നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡിന് അടുത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. ഈ ഡി എക്സ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. അപ്പോൾ എങ്ങനെ വരിക? dy by dx divided by 1 plus y square is equal to dx divided by 1 plus x square. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേരിയബിൾ സെപ്പറേറ്റ് ആക്കി മാറ്റില്ലേ? ഇനി എന്ത് ചെയ്യണം? ബോത്ത് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ dy divided by 1 plus y square is equal to ഇൻ്റഗ്രൽ dx divided by 1 plus x square. നമുക്കറിയാം ഇൻ്റഗ്രൽ dx divided by 1 plus x square ആരാണ്? tan inverse x ആണ്. സോ ഇൻ്റഗ്രൽ dy divided by 1 plus y square എന്ത് വരും? tan inverse y എന്ന് വരും അല്ലേ? ആൻസർ ഇതാണ്. tan inverse y equal to tan inverse x plus c. ചെയ്താൽ മതി. അപ്പോൾ tan inverse y is equal to tan inverse x plus c യുടെ
ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ആര്, dy/dx = 1 + y² / 1 + x². ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇത് ജനറൽ സൊല്യൂഷൻ ആണ്. ഇനി ഇങ്ങനെ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻസ് കാണാമെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = -4x y² given that y = 1 when x = 0. പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് അല്ലേ. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സും വൈ, എക്സ് 0 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ ആ ജനറൽ സിയുടെ ടേം എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, സിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്നും കൂടി കാണാണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ആരാണ്, dy/dx = -4x y². നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിൾ സെപ്പറബിൾ ആക്കണം അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈയുടെ കൂടെ ആര് വേണം, y² വേണം അല്ലേ. ഇൻറ്റു -4x × y² ആണ്. അപ്പോൾ × y² ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. ഈക്വൽ ടു ആരുണ്ട്, -4x ഡിവിഷൻ dx അങ്ങോട്ട് പോകുമ്പോൾ dx ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്, ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ dy/y² = ഇൻ്റഗ്രൽ -4 അല്ലേ. -4 പുറത്തെടുക്കാം, എക്സ് അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ -4x dx എന്ന് കിട്ടും. y² ആരാണ്, y⁻² അല്ലേ. ഇൻ്റഗ്രൽ y⁻² dy = -4 നമ്മൾ പുറത്തെടുക്കും, -4 × x dx. ഇൻ്റഗ്രേറ്റ് ചെയ്യാം, y⁻n ഫോം ആണ് അല്ലേ. y⁻² എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 + 1 / y⁻² + 1 / -4 എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y⁻1 ഡിവൈഡഡ് ബൈ -1 -1/y എന്ന് കിട്ടും. y⁻1 ആരാണ്, 1/y ഈക്വൽ ടു 4ഉം 2ഉം കട്ട് ചെയ്ത് 2 ഉണ്ടായിരിക്കും, -2x² + c അല്ലേ. ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം. y = 1 then x = 0 ആണ് സമയത്ത് സിയുടെ വാല്യൂ എന്താ വരിക, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം, തൽക്കാലം ഇവിടെ ചെയ്യാം. എന്തുണ്ടാവും, y = 1 when x = 0 അല്ലേ. അപ്പോൾ എന്ത് വരും, ഇതെന്ത് വരും, -1/1 = -2 × 0 + c. c = എന്തെന്ന് കിട്ടും, -1 കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ആക്കുക. ഇക്വേഷൻ നമ്പർ 1ൽ സിയുടെ വാല്യൂ അപ്ലൈ ചെയ്യുക. 1 implies എന്തെന്ന് വരും, -1/y = -2x² -1 കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് എന്തുണ്ടാവും, 1/y = 2x² + 1 y = നമുക്ക് എന്തെന്ന് കിട്ടും, y = 1/2x² + 1 ലൈൻ ഇതിനെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കാണാം, y = 1/2x² + 1 എന്ന് കിട്ടാം. അല്ലെങ്കിൽ y × 2x² + 1 = 1 അങ്ങനെ എഴുതാം. y = 1/2x² + 1ൻ്റെ ഇൻ്റഗ്രൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യബിൾ ആണെന്ത്, dy/dx -4xy². അപ്പോൾ ഒന്നും കൂടി നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഇതിന് വേരിയബിൾ സെപ്പറേറ്റ് ആക്കുക. വേരിയബിൾ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇക്വേഷൻ കിട്ടില്ലേ, സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷനിൽ നമുക്ക് തന്നിട്ടുള്ള വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ വാല്യൂ കിട്ടും. ആ സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയ സൊല്യൂഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം എന്താണ്, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി കർവ് പാസിംഗ് ത്രൂ ദി പോയിന്റ് 1, 1 whose differential equation is x dy = 2x² + 1 × dx x not equal to 0. അപ്പോൾ നമുക്ക് എന്താ വേണ്ടി, ഇതെന്താണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ സൊല്യൂഷൻ കാണണം.
അറ്റ് ദ പോയിന്റ് 1 എക്സ് 1 ആവാം വൈ 1 ആവാം ആ പോയിന്റിൽ. അപ്പോൾ ആ പർട്ടിക്കുലർ സൊല്യൂഷനാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളിത് സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് സി കിട്ടും. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് പോയിന്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഗിവൺ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? എക്സ് ഡി വൈ ഈക്വൽ ടു 2x² + 1 ഇൻറ്റു ഡി എക്സ് അല്ലേ? വേരിയബിൾ സെപ്പറേറ്റ് ആക്കണം. എക്സിന് നമ്മൾ എന്ത് ചെയ്യണം? ഡി എക്സിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. ഇൻറ്റു എക്സ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. ഡി വൈ ഈക്വൽ ടു 2x² + 1 ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2x² / x എന്ത് വരും? 2x + 1/x എന്ന് വരും. 1/x dx. അപ്പോൾ നമ്മൾ വേരിയബിൾ സെപ്പറേറ്റ് ആക്കി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് അല്ലേ? ഇന്റഗ്രൽ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ 2x + 1/x ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും അല്ലേ? ഇന്റഗ്രൽ ഡി വൈ ആരാണ്? y ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് ആണ് 2x ആരാണ്? 2xന്റെ ഡെറിവേറ്റീവ് ആണ് ഇന്റഗ്രൽ 2x² / 2 പ്ലസ് 1/xന്റെ ഇന്റഗ്രൽ ആരാണ്? log mod x അല്ലേ? log mod x പ്ലസ് c. ഈ 2 × 2 കട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു x² പ്ലസ് log mod x പ്ലസ് c ആണ് എന്ത്? നമ്മളെ ജനറൽ സൊല്യൂഷൻ. ഇനി നമുക്ക് എന്ത് വേണം? അറ്റ് ദ പോയിന്റ് അറ്റ് 1 ആവുന്ന സമയത്തുള്ള സിയുടെ വാല്യൂ ആണ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് 1 ആണ്, y 1 ആണ് അല്ലേ? 1 ഈക്വൽ ടു 1² പ്ലസ് ലോഗ് മോഡ് 1 പ്ലസ് സി ഈക്വൽ ടു എന്തെന്ന് വരും? ലോഗ് 1 ആരാണ്? 0 ആണ്. 1 ഈക്വൽ ടു 1 പ്ലസ് 0 അല്ലേ? സി പ്ലസ് സി. അപ്പോൾ സി ഈക്വൽ ടു എന്ത് വരും? 1 - 1. സി ഈക്വൽ ടു ഇത് 0 ആയി, ഇത് 1 ആണ്. ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 - 1 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? സിയുടെ വാല്യൂ 0 എന്ന് കിട്ടും. Therefore 1 implies y ഈക്വൽ ടു x² പറഞ്ഞ ഇതാണ് എന്ത്? നമ്മളെ ഇക്വേഷൻ. y ഈക്വൽ ടു x² എന്ന് പറഞ്ഞ സൊല്യൂഷൻ ആണ് എന്ത് വരിക? എക്സ് ഡി വൈ x² പ്ലസ് log x ഉണ്ടല്ലേ? log mod x. എന്താണ്? നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലാണ് സിയുടെ വാല്യൂ മാത്രം 0 ആയിട്ടുള്ളൂ. y ഈക്വൽ ടു x² പ്ലസ് log mod x ആണ് എന്ത്? ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേരിയബിൾ സെപ്പറേറ്റ് ആക്കുന്നു, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കൊരു പോയിന്റ് തരും. ആ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. ആ സിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ സൊല്യൂഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്ന് കിട്ടും. ഓക്കെ, 5th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ കർവ് പാസിംഗ് ത്രൂ ദി പോയിന്റ് -2, 3 given that slope of the tangent to the curve at any point xy is 2x divided by y². നമുക്ക് എന്താണുള്ളത്? സ്ലോപ്പ് ഓഫ് എ ടാൻജന്റ് ഓഫ് എ കർവ് ആണ് 2x by y². നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്ത്? സ്ലോപ്പ് ഓഫ് എ ടാൻജന്റ് എന്താണ്? dy by dx ആണല്ലേ? dy by dx ആണ് എന്ത്? നമുക്ക് പറയാതെ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. അപ്പൊ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഗിവൺ dy by dx ഈക്വൽ ടു 2x divided by y² അല്ലേ? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ സൊല്യൂഷനാണ് കാണേണ്ടത്. സൊല്യൂഷൻ കണ്ടതിന് ശേഷം ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷനാണ് അറ്റ് ദി പോയിന്റ് -2, 3 നമുക്ക് ചെയ്യാം. അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം, സൊല്യൂഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? സാധാരണ ചെയ്യുന്ന പോലെ വേരിയബിൾ സെപ്പറബിൾ ആക്കുക. വൈകളൊക്കെ ഒരു ഭാഗത്ത് ആക്കുക, എക്സുകളൊക്കെ ഒരു ഭാഗത്ത് ആക്കുക അല്ലേ? അപ്പം നമ്മൾ എന്ത് വരും? ഡിവൈഡ് കൂടെ ആരുണ്ട്? y² അല്ലേ? y² ഡിവിഷനാണ് ഇങ്ങോട്ട് വരുമ്പോൾ y² dy ഈക്വൽ ടു 2x dx എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. അപ്പം ഏതാണ് മെത്തേഡ്സ് മനസ്സിലായിട്ടുണ്ടാവും.
നമ്മൾ ആദ്യം വേരിയബിൾ സെപ്പറേറ്റ് ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് അല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ 2x dx. നമുക്കറിയണ കാര്യമാണ്. വൈ സ്ക്വയർ ഇൻ്റഗ്രൽ ആരാണ്? വൈ ക്യൂബ് ബൈ 3 ഈക്വൽ ടു 2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ ആരാണ്? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. അതിനുള്ള ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടും? വൈ ക്യൂബ് ബൈ 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സി അല്ലേ. അറ്റ് എന്താ വരിക? അറ്റ് പോയിന്റ് -2 ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം അല്ലേ. സിയുടെ വാല്യൂ കാണാൻ എക്സിന് -2 കൊടുക്കണം, വൈക്ക് 3 കൊടുക്കണം. അപ്പം എന്താ വരിക? 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു -2 ഹോൾ സ്ക്വയർ ഈക്വൽ പ്ലസ് സി. സി ഈക്വൽ ടു എന്ന് വരും 3 ക്യൂബ് 27. 27 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 അല്ലേ. 3 സ്ക്വയർ ഇവിടെ ക്യൂബും ഒരു 3 വെട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 സ്ക്വയർ വരുമ്പോൾ 9. ഇതാരാണ്? -2 ഹോൾ സ്ക്വയർ ആണ്. -2 ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 4 ആണ്. 4 എന്താണ്? ഇങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ. സി ഈക്വൽ ടു വരുമ്പോൾ ഈ 4 എന്ത് ചെയ്യുക, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 5. സിയുടെ വാല്യൂ 5 എന്ന് കിട്ടും. Then substitute in 1. Equation number 1 implies എന്ന് വരും y cube by 3 equal to x square plus 5 അല്ലേ. ഇതിനെ വെച്ച് അവസാനിച്ചാലും കുഴപ്പമൊന്നുമില്ല. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? y cube equal to 3x square plus 3 രണ്ട് ടേമിന് ബാധകമാണല്ലേ. 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5 ആണ്. അപ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ 3x സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 5 15. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. y ഈക്വൽ ടു എന്ന് പറഞ്ഞ സൊല്യൂഷനിലേക്ക് ആക്കുമ്പോൾ എന്താണ്? ക്യൂബ് റൂട്ട് ആയിട്ട് മാറും. y ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 15 റേസ് ടു ക്യൂബ് റൂട്ട് ഓഫ് 3x സ്ക്വയർ പ്ലസ് 50. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷന്. അപ്പോൾ നോക്കുക, നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് തന്നെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആരാണ്? dy ബൈ dx ആണ്. സോ dy ബൈ dx ഈക്വൽ ടു 2x ഡിവൈഡ് ബൈ y സ്ക്വയർ എന്ന് കിട്ടും. വേരിയബിൾ സെപ്പറേറ്റ് ആക്കുക, ദെൻ ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ് കൊടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമുക്കൊരു പോയിന്റ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കി മാറ്റിയിട്ട് അതിലെന്ത് ചെയ്യുക? നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പോയിന്റിൻ്റെ വാല്യൂസ് കൊടുക്കുക, എക്സിനും വൈൻ്റെ വാല്യൂസ് കൊടുക്കുക, സിയുടെ വാല്യൂ കാണുക, സിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ആൻസർ സിംപ്ലിഫൈ ചെയ്യും, മാക്സിമം സിംപ്ലിഫൈ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് എന്ത്? വേരിയബിൾ സെപ്പറബിൾ ഫോം. അപ്പോൾ ഈ രീതിയിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ 5 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ.